ഇപ്പം ടൈം 6 മണി. ഇന്ന് നമ്മൾ കൊച്ചി ടു മൂന്നാർ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് വിത്ത് അവർ ബോയ്സ്. അപ്പം ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, നമ്മുടെ ആലപ്പുഴ നാട്ടിൽ നിന്നാണ്, മാവേലിക്കര. പക്ഷേ നമ്മൾ ഫസ്റ്റ് എറണാകുളത്ത് പോയി അവിടെ ഒരു 6 മണി, അവിടെ നിന്ന് ഒരു 6 മണിക്ക് ഇറങ്ങത്തുള്ളൂ. അവിടെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 6 മണി തൊട്ട് നാളെ വരെ. അപ്പം ബാക്കി സംഭവങ്ങളും ട്രിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങും ഒക്കെ എല്ലാവരും വരട്ടെ. ഞാൻ വെയിറ്റ് ചെയ്യുക അവർക്ക് വേണ്ടി. ഓക്കെ. ഹേ ഗൈസ്, നമ്മളപ്പോൾ ജേണി സ്റ്റാർട്ട് ചെയ്തു. ചേർത്തല എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒരു ഹായ് കൊടുത്ത് രാവിലെ ഒരു ഹായ്. നമ്മൾ സ്ട്രൈറ്റ് മൂന്നാർ അല്ല, നമ്മള് ഫസ്റ്റ് കൊച്ചിയിലൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്പോട്ടിൽ നിർത്തിയേക്കാണ്. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ. രാവിലെ കോമള അപ്പൊ ഗൈസ്, നമ്മള് ഇവിടെ കുറച്ച് പരിപാടികൾ കഴിഞ്ഞ് ഒരു ഈവനിങ് ഇറങ്ങാനാണ് പ്ലാൻ. മൂന്നാർ. നമ്മൾ രാത്രി മൂന്നാറിൽ ചില്ലി. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങള് കുറച്ച് കഴിഞ്ഞ് ഇറങ്ങ്. ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. ഓക്കെ. ബൈ ഗൈസ്. 6.5 hours later. ഗൈസ്, ഇപ്പം നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി സ്ട്രെയിറ്റ് ടു മൂന്നാർ. നിങ്ങളോ സെറ്റല്ലേ? നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ സ്റ്റുഡിയോയിലൊരു 2-3 ടീഷർട്ട് എടുക്കാനുണ്ട്. അപ്പം അതെടുത്തിട്ട് ബാക്കി ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇപ്പം എടപ്പള്ളി നമ്മുടെ സ്റ്റുഡിയോയിലാണ്. ഇവിടുത്തെ ഏറ്റവും തലവെച്ച പിള്ളേരുടെ സംഘമാണ്. നമ്മള് നിങ്ങൾ ആരെങ്കിലും ഈ വ്ളോഗ് കാണുന്ന, അധികം ആരും കാണുന്നില്ലെന്നറിയാം. അത്യാവശ്യം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സെൽട്ടോസ് അല്ലല്ലോ ഇത്, അല്ല എടുക്കുന്നതല്ല, കിയ സോണറ്റ് ഉപയോഗിക്കുന്ന ആർക്കെങ്കിലും ഈ വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് അയച്ചു കൊടുത്തിട്ട് ചോദിക്കുക ഇത്രയും മൈലേജ് ഈ വണ്ടിക്ക് ഉള്ളത്. കാരണം നമ്മുടെ ഈ വണ്ടിക്ക് മൈലേജ് ഉണ്ടത് 7.4. ഓക്കെ. എപ്പോഴും ഈ വണ്ടിക്ക് 5-4. ഇപ്പൊ നമ്മള് മൂന്നാറാ കയറാൻ പോകുന്നത്. അപ്പം അവിടുത്തെ ആ റൂട്ടോട് ആകുമ്പം 3 ഉറപ്പല്ലേ? മുട്ട കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒരു പയ്യനെ ഒരിടത്ത് വിട്ടു. മുട്ട കാണിച്ച്. അപ്പൊ നീ എന്തോ മേടിച്ചോണ്ട് വന്ന മുട്ടയുടെ കൂടെ? കുരുമുളകും. ഓക്കെ. നിന്റെ കുരുമുളക് ഇതെന്താ ചേട്ടാ? ഇതിന്റെ പേരെന്താ? മുളക് പൊടി മേടിച്ച് മണ്ടപ്പതേക്കോ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. മുട്ട ബജ്ജിയോ? നോക്കട്ടെ. ഓക്കെ. സുക്കു പറഞ്ഞോണ്ട് എങ്ങനെയുണ്ട്? ഉപ്പ് ഇനി കൊണ്ടുതരോ? കഴിച്ചു നോക്കി. ഫ്ലോപ്പ് സാധനം. അഭിച്ചേട്ടൻ കഴിച്ചിട്ട് അഭിച്ചേട്ടൻ അഭിപ്രായം പറ. ഞാനൊന്ന് നോക്കാം. എങ്ങനെയാണ് സുക്കു? സൂപ്പറാണോ? വിഴുങ്ങോ വേഗം? നീ കഴിച്ചില്ലടാ? ഞാൻ അടുത്ത് കഴിക്കാൻ പോകും. ഉണ്ടോ ഇനിയും? ഒരു ഭാര്യ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന പോലെ നമ്പർ നോട്ട് KLW. How is our trip? Great. Tell me about that. Great. Great. Yes. What's the problem?
പ്രോബ്ലം ഒന്നുമില്ല. ഓ കോള് തന്നെ ഗൈസ്. നമ്മളിപ്പോ എത്താറായി. നമ്മൾ എത്തി നമ്മള് രാവിലെ മൂന്നാറിൽ ഇറങ്ങി. മൂന്നാറ് ഡെസ്റ്റിനേഷൻ ഇട്ടാണ് നമ്മളിവിടെ സ്ഥലം പോലും പറന്നു. ഓക്കെ, നമ്മളിപ്പം ഏകദേശം എത്താറായി. ഒരു 60 കിലോമീറ്റേഴ്സ് ഇല്ലേ, 2 മണിക്കൂർ കൊണ്ട് 60 അല്ല 71 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇനി ബാലൻസ്. അപ്പൊ 71 കിലോമീറ്റേഴ്സിന് നമ്മള് കൊടൈക്കനാൽ എത്തും. മൂന്നാറെത്തി. മറ്റേ ഇതിന്റെ പേരെന്താ ശരിക്കും? ഇപ്പൊ എന്ത് വിളിച്ചാലും തിരിച്ചു വെക്കും. ഓക്കെ, പ്രണവേ എന്തോ. ഓക്കെ, നമ്മളെ ഇപ്പം അവിടെ ചെന്നിട്ട് ഇനി അവിടെ ചെന്നിട്ടേ ഉള്ളൂ. കാരണം നമ്മള് കുറച്ച് ബിസിയിലായി പോയി. അപ്പം സുക്കുവിന് റൂട്ട് പറഞ്ഞു കൊടുക്കണം. ചാടിവാ കണ്ണ, ഓടിവാ മൊണ്ണെ. ഓക്കെ, അപ്പൊ സുക്കുവിന് ഇനി ബാക്കി റൂട്ട് പറഞ്ഞു കൊടുക്കാനുണ്ട്. കുറച്ച് നമ്മള് മൂന്നാറ്. അപ്പം ഇനി അവിടെ ചെന്നിട്ടേ ഉള്ളൂ. ബാക്കി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ പ്രകാശ്. ഓക്കെ, ബൈ. ടൈം 12:10. നമ്മുടെ റിസോർട്ടിൽ ഇനി ഒരു 10-15 കിലോമീറ്റർ അല്ലേ? 10 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നമ്മള് ബോർഡറാണോ അതോ ചെക്ക് പോസ്റ്റ് ഇല്ലേ? ചെക്ക് പോസ്റ്റ് എത്തിയപ്പോ അവര് പറഞ്ഞു എന്താ പടയപ്പ ഇറങ്ങിയിട്ടുണ്ട്, റിസ്ക് എടുത്താ പോവാന്ന്. അപ്പൊ നമ്മള് ബുക്ക് ചെയ്തവരെ മാത്രമേ കടത്തി വിടുന്നുള്ളൂ. അപ്പം നമ്മൾ ബുക്ക് ചെയ്തു ഓൾറെഡി. അപ്പോൾ അവരുടെ ലോക്കൽ വണ്ടികൾ പുറകിന് വരും. അപ്പം അത് വരുന്നിടം വരെ ഇങ്ങനെ നോക്കി പോവാന്നുള്ളത് വരും. ഇവൻ ഇരുന്ന് പേടിപ്പിക്കുമായിരുന്നു പൈസ എടുത്തിട്ട്. പേടിച്ച് അപ്പം നമ്മള് പയ്യെ പോവാണ്. അതാണ്. ഓക്കെ, ഇപ്പൊ എത്തും. ഇതാണ് നമ്മുടെ റിസോർട്ട്. ഓക്കെ, യെസ്, എല്ലാം എടുത്തു. വാ, ഇത് നമ്മുടെ കൂടെ വന്ന നമ്മുടെ വണ്ടിയാണ്, ഡസ്റ്റർ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ്. സുക്കു ബ്രോ, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഇതാണ് ഗൈസ് ഇവിടെ നിന്നുള്ള വ്യൂ. നമ്മളിപ്പോ നിൽക്കുന്നത് ടോപ്പ് പോയിന്റ് സ്റ്റേഷൻ. ഇതാണ് നമ്മുടെ ആ വ്യൂവിലോട്ട് ആളുകൾ പോകുന്നുണ്ടോ? സൂസൈഡ് പോയിന്റ് ഇവിടെ അല്ലേടാ സൂസൈഡ് പോയിന്റ്? ഈ ഭാഗത്ത് നല്ല സ്റ്റേ ആയിരുന്നു. വിജനമായ ഒരു സ്ഥലം. ആകെ 2 വണ്ടിയേ ഉള്ളൂ. 2 വണ്ടിയില്ല, 3 വണ്ടി. അതിന്ന് രാവിലെ എത്തിയത്. രണ്ടും നമ്മുടെ വണ്ടികള്. നമ്മള് മാത്രമേ ഉള്ളായിരുന്നു ഇവിടുത്തെ. ഇന്നലെ രാത്രി ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് ആയിരുന്നു. ഒരു ആനയൊക്കെ ഇറങ്ങുന്ന പ്രതീക്ഷ ഒരു സ്ഥലത്ത് കൂടെ ആയിരുന്നു പൊക്കോണ്ടിരുന്നത്. പക്ഷെ ഇറങ്ങിയില്ല. പക്ഷെ അതിനേരം നമ്മള് ഒരു കാട്ടുമുയലിനെ കണ്ടു. അതെ, കാട്ടുമുയലല്ല നമുക്ക് വഴി അടിച്ചത്. അതെ, പ്രതീക്ഷ പക്ഷെ നമ്മുടെ ഇവിടെ ഒരു കുതിരയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഒരു കുതിര. നൈറ്റ് ആയതുകൊണ്ടായിരുന്നു. ഇതായിരുന്നു അവിടുത്തെ വഴി, റിസോർട്ടിലോട്ടുള്ള വഴി. ഇതായിരുന്നു നൈസ് റിസോർട്ടായിരുന്നു, നല്ല റിസോർട്ടായിരുന്നു. ഇവിടോട്ടല്ലേ വ്യൂ പോയിന്റ് ലെഫ്റ്റിലല്ലേ? ഓക്കെ, ഇവിടാണ് വ്യൂ പോയിന്റ്. ആ കാറുകാരനോട് ചോദിക്കാം അയാൾക്ക് മൈലേജ് എത്ര ഉണ്ടെന്നുണ്ടോ? മൈലേജ് എത്ര ഉണ്ട്? അത്ര ഉള്ളല്ലേ? ശരി, വേണ്ടി പിടിച്ചു. അല്ല പഴയതാട്ടോ, പഴയ മോഡൽ ആണോ? അതുകൊണ്ടായിരിക്കും. അതിനെത്ര 11? 12. ഇത് നമുക്ക് 9.3. ഗൈസ്, ഞങ്ങള് വണ്ടിയുടെ കാറ്റടിക്കാനായി ഇവിടെ ഒന്ന് ഒതുക്കി. കൂടെ ബ്രെഡ് ഓംലൈറ്റ്. നല്ല വ്യൂ പോയിന്റ് ആണ്, നല്ല കിടിലൻ സ്ഥലം. നമ്മുടെ റിസോർട്ടിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ
പറ്റിച്ച് രണ്ടൊരു കിഡിലൻ ഒരു വ്യൂ പോയിന്റ് നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഇത്ര ഇതാക്കണ്ട, കുറച്ച് ഇതാക്കിയത്. കിഡിലൻ വ്യൂ ഇല്ലടാ. 3, 2, 1. ഞാനുണ്ട്, അഭിക്കുട്ടിയുണ്ട്, ഭാരതിയമ്മയുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ട്രിപ്പിന്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, അടുത്ത സെക്കൻഡ് ഹാഫ് അഡ്വഞ്ചേഴ്സ്. അവിടെ കുറേ പിള്ളേർ നിൽക്കുന്നുണ്ട്, ഡാൻസ് ഒക്കെ കളിക്കൊരു. കിടിലം വ്യൂ. ഇതെന്ത് പോവാന്ന് പറഞ്ഞൂടാ, എന്തോ ഒരു പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം. നമ്മളാണ് അവിടെ നിന്നാണ് കയറി വന്നത്. അതാണ് റോഡ്. നമ്മുടെ ടീംസൊക്കെ ഇവിടെ ഉണ്ട്. ഭയങ്കര കിടിലം വ്യൂ. കുറച്ച് അങ്ങോട്ട് പോയിട്ട് വരാം. കുറച്ചുകൂടെ സൂം ചെയ്ത് ഞാൻ പൂക്കൾ കാണിച്ചു തരാം. ഇതെന്ത് പൂവാണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യും. സെനബ്രോയുടെ കാലിൽ സഞ്ജേട്ടൻ എന്താ ചാവാറായി, പന്നി വിട്ടിട്ടുണ്ട്. കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തു വെച്ച് വഴിതെറ്റി പോകുന്നവരല്ല എന്റെ മക്കള്. ഇവിടെയൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിൽ അൺകൾച്ചേർഡ് അവിടെ കുപ്പിയുണ്ട്. അതുകൊണ്ട് ഇവിടെ എല്ലാം ബിയർ ഇതൊന്നും ഇങ്ങനെ കൊണ്ടിട്ടരുത്. ഇത്ര നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. അതെ, എന്താണ് ഇത് ഗൈസ്, ഗ്രോ അപ്പ് അല്ലേ? കൂടുതൽ വിശേഷം നീ പറയണ്ട. ഇതാണ് ഡോണ്ട് ഡു ദിസ്. ഓക്കെ, ഡോണ്ട് ഡു ദിസ്. ഹെവി റൊമാൻസ് നടക്കുന്നുണ്ട്. ഡിസ്റ്റർബ് ചെയ്യണ്ട. ഇവിടെ സിംഗിൾ മാൻ, സിംഗിൾ ആയപ്പോ എൻ്റെ വലിയ വിഷമം. അയ്യോ ഒരു ഫുഡ് കഴിക്കാനായിട്ട് കയറിയതാ. സപ്പോ ഒരു ബൈറ്റ് എടുത്തേ. അയ്യോ ആരിലൊക്കെ എടുത്താ. നമ്പൂരി എങ്ങനെയുണ്ട്? മുട്ട എങ്ങനെയുണ്ട്? കവർ വരും. മതി കുറച്ച് അതല്ലടാ ഞാൻ തിരക്ക് പിടിച്ചെടുത്തേ. എടാ നീ പോയി മേടിക്കടാ, അതേപോലത്തെ ഒരു ഷൂസ് മേടിക്കും. മണി ബ്രോക്കണാ ഇപ്പം ബ്രോക്കണാ നമുക്ക് ഇല്ല, ബ്രോക്കൊന്നല്ല, ഇഷ്ടംപോലെ പൈസയുണ്ട്. ഒന്നിൽ വീട്ടുകാരെ പേടി വേണം, അല്ലെങ്കിൽ നാട്ടുകാരെ ധിക്കാരി. ആ നോക്കി അടുത്തോട്ടോ ഓഫീസിൽ നിന്ന് പിക്ക് ചെയ്ത് ഓഫീസിൽ തന്നെ ഡ്രോപ്പും ചെയ്തു. ഓക്കെ, നിക്ക് എന്റെ ചെയ്തിട്ടു ലൈറ്റ് ഇട്. ഇവർ ഇവിടെ കിടന്ന് എന്തേ കരയത് ഗൈസ്. കുഴപ്പമില്ല പ്രകാശേ, നമുക്ക് അടുത്ത ട്രിപ്പ് പോവാം. അടുത്ത ട്രിപ്പ് അപ്പം അടുത്ത നെക്സ്റ്റ് വീക്ക് കാണാം. ബൈ ഗൈസ്.